ഇനി ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചെയർമാൻമാരൊക്കെ മാറി വന്നിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷയിലേക്ക് പോകുമ്പോൾ ചൂടോടുകൂടി ചെയർമാൻമാരെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വിടാമെന്ന് കരുതുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ തിരുവനന്തപുരം LDCയെ പറ്റി ചർച്ച ചെയ്തിരുന്നു. അവിടെ നമുക്ക് 7 ചോദ്യങ്ങൾ ലഭിച്ചതായി പറഞ്ഞു. നമ്മുടെ എൻട്രി ആപ്പിൽ നമ്മൾ തന്നിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അവയിൽ മിക്കതുമെന്നല്ല, മിക്കവാറും എല്ലാ ചോദ്യങ്ങളും അവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷ വളരെ സിമ്പിളായി നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവും. കേരള ഭരണ സംവിധാനത്തെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ക്വസ്റ്റ്യനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും അനുബന്ധ വിവരങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതിനു മുൻപ് LDC റിവിഷൻ എന്ന പേരിൽ നിങ്ങൾക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നൽകിയിരുന്നത് ഓർക്കുന്നുണ്ടാവും. അവിടെ കേരള ഭരണ സംവിധാനത്തിൽ സിവിൽ സർവീസിനെ പറ്റിയും നമ്മുടെ പ്ലാനിംഗ് ബോർഡിനെ പറ്റിയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റിയും ഗവേണൻസിനെ പറ്റിയും ഒക്കെ നമ്മൾ വിശദമായി പ്രതിപാദിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. ഈ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ ആദ്യം തന്നെ ഈ വീഡിയോ കാണണമെന്നൊരു അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പരീക്ഷയിൽ നിങ്ങൾക്കത് പ്രയോജനകരമാകും. നമുക്ക് തുടർന്ന് പഠിക്കേണ്ടത് LDC തിരുവനന്തപുരത്തെ തുടർന്ന് വരേണ്ട പരീക്ഷ, LDCയുടെ പരീക്ഷ വരുന്നതേ ഉള്ളൂ. പക്ഷെ അതിനിടയിൽ കയറിയ ഒരു പരീക്ഷ വന്നു. ആ പരീക്ഷ തീർച്ചയായും നിങ്ങൾക്കറിയാം, LDC ഖാദി. അവിടെ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഒരു ചോദ്യവും മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൽ നിന്ന് ഒരു ചോദ്യവും സിവിൽ സർവീസിൽ നിന്ന് ഒരു ചോദ്യവും കമ്മീഷനുകളെ സംബന്ധിക്കുന്ന 2 ചോദ്യങ്ങളും ആകെ 5 ചോദ്യങ്ങൾ ലഭിച്ചു. മുൻപ് ട്രിവാൻഡ്രം LDCയിൽ 7 ചോദ്യങ്ങളാണ് കേരള ഭരണ സംവിധാന ഭാഗത്തു നിന്ന് ലഭിച്ചത്. നമുക്കറിയാം, സിലബസ് പ്രകാരം ഇയർ മാർക്ക് ചെയ്തിരിക്കുന്ന 5 മാർക്കാണ്. അപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി 5 മാർക്ക് ഉണ്ടെന്നത് മറക്കരുത്. അവിടെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടത്, LDC ട്രിവാൻഡ്രം പദ്ധതികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും 4 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ LDC ഖാദിയിൽ പദ്ധതികളെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ ടച്ച് ചെയ്യാതിരുന്ന ദുരന്ത നിവാരണവും ഇവിടെ പ്രതിപാദ്യ വിഷയം ആവുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ പ്രതിപാദിക്കാതിരുന്ന സിവിൽ സർവീസും ഭൂപരിഷ്കരണ നിയമവും ഇവിടെ പ്രതിപാദിക്കപ്പെടുകയുണ്ടായി. സ്റ്റേറ്റ് കമ്മീഷനുകൾ 2 ചോദ്യങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ചോദ്യങ്ങൾ വ്യത്യസ്തമായ ചോദ്യങ്ങളും നമുക്കിനി പ്രതീക്ഷിക്കണം, അനുബന്ധമായ കാര്യങ്ങളും നമ്മളിനി പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് പരീക്ഷയിൽ എങ്ങനെ പ്രയോജനപ്പെടുമെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് LDC ട്രിവാൻഡ്രം, അതിനെ സംബന്ധിക്കുന്ന കണക്റ്റഡ് ഫാക്ട്സ് എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അത് ഈ വീഡിയോയിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇതിനോടനുബന്ധമായ വിവരങ്ങൾ കൂടാതെ ഈ 2 ക്വസ്റ്റ്യനിലും അൺടച്ച്ഡായി നിൽക്കുകയും എന്നാൽ പ്രാധാന്യമുള്ളതുമായ 1-2 മേഖലകളുണ്ട്. ആ മേഖലകളെ കൂടി പരാമർശിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ അവലംബിക്കുന്ന തന്ത്രം. അത് നിങ്ങൾക്ക് പ്രയോജനകരമാകും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. LDC ഖാദി ബോർഡിൽ വന്ന ഭൂപരിഷ്കരണത്തെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ചോദ്യം വളരെ നല്ലൊരു ചോദ്യം, നിലവാരമുള്ള ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നൽകുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഭൂപരിഷ്കരണ നിയമത്തെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ധാരണയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കൊരു ആത്മവിശ്വാസത്തോടെ ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയൂ. എന്തായാലും ഈ ചോദ്യത്തെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. നമുക്ക് ഭൂപരിഷ്കരണ നിയമത്തിൽ നിങ്ങൾ അതിപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ആ ചോദ്യത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം?
1957 1 നമ്പർ ആക്ട് എന്നറിയപ്പെടുന്ന കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നമുക്കറിയാം. 1957 ഏപ്രിൽ 5 EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ അധികാരമേൽക്കുന്നത്. അധികാരമേറ്റ ദിവസം തന്നെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയാണ്, കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് 1957. കാരണം ഗവൺമെന്റിന്റെ മുന്നിലുള്ള മുൻഗണനാക്രമത്തിലുള്ള ഒരു കാര്യമാണ് ഭൂപരിഷ്കരണം. അവിടെ ജന്മിമാര് തങ്ങളുടെ ഭൂമിയിൽ താമസിക്കുന്ന കുടിയാന്മാരെ ഒഴിവാക്കുന്നത്, അതിനെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഓർഡിനൻസ് ആണ് പുറപ്പെടുവിച്ചത്. പിന്നീട് കേരള നിയമസഭ അതിനെ നിയമമാക്കി മാറ്റി. അതാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം 1957. നമുക്കിപ്പോൾ ചോദിച്ച ചോദ്യം അവിടെ നിൽക്കട്ടെ. ഇത് കൂടാതെ സിംഗിൾ ആയിട്ട് ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? ഭൂപരിഷ്കരണ നിയമം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഭൂപരിഷ്കരണ നിയമം വരാനിരിക്കുന്നേ ഉള്ളൂ. ഭൂപരിഷ്കരണ നിയമത്തിന് മുന്നോടിയായി കുടിയൊഴിപ്പിക്കൽ നിരോധിച്ച നിയമം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 1957 കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം എന്ന് പറയാം. ആ പേരിൽ തന്നെയുണ്ട്. പിന്നെ ഈ നിയമം ആരായിരിക്കും സ്വാഭാവികമായി കൊണ്ടുവന്നത്? അന്ന് EMS മുഖ്യമന്ത്രിയാണ്. KR ഗൗരിയമ്മയാണ് റവന്യൂ വകുപ്പ് മന്ത്രി. റവന്യൂ വകുപ്പ് മന്ത്രിയായ KR ഗൗരിയമ്മയാണ് നിയമസഭയിൽ അത് അവതരിപ്പിച്ചത്. EMS അന്ന് മുഖ്യമന്ത്രിയാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടാവില്ലല്ലോ. ഇതിനെ ഒരു ഭൂപരിഷ്കരണ നിയമമായി നിങ്ങൾ കാണേണ്ട. ഭൂപരിഷ്കരണത്തിന് മുന്നോടിയായി കുടിയൊഴിപ്പിക്കൽ നിരോധിച്ച നിയമം, അതാണ് ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ആ ക്വസ്റ്റ്യനിൽ പരാമർശിക്കപ്പെടുന്ന മറ്റൊരു നിയമം കേരള കാർഷിക ബന്ധ ബിൽ 1957. അതായത് ആദ്യം തന്നെ ആ ഗവൺമെന്റ് എത്രമാത്രം കേരള ഭൂപരിഷ്കരണത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് 1957 കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം. അധികാരമേറ്റ ദിവസം തന്നെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ്. സമഗ്രമായ ഒരു ഭൂപരിഷ്കരണ ബിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി സി അച്യുതമേനോൻ അധ്യക്ഷനായ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. സി അച്യുതമേനോൻ. ഈ അച്യുതമേനോൻ കമ്മിറ്റി കേരള കാർഷിക ബന്ധ ബിൽ എന്ന പേരിൽ ഒരു ബില്ലിന്റെ നക്കൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കി. അത് 1957 കേരള കാർഷിക ബന്ധ ബിൽ എന്നാണ് അറിയപ്പെടുന്നത്. അത് സി അച്യുതമേനോൻ കമ്മിറ്റിയാണ് ഈ ബില്ലിന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത്. അത് KR ഗൗരിയമ്മ നിയമസഭയിൽ അവതരിപ്പിച്ചു. EMSന്റെ ഭരണകാലത്ത് തന്നെ. അത് സാധാരണ നടപടികൾ എന്ന പോലെ സെലക്ഷൻ കമ്മിറ്റിക്ക് വിട്ടു. 1959 ഈ നിയമം എന്ന് പറയാൻ പറ്റില്ല, ഈ ബിൽ നിയമസഭ പാസാക്കി. പക്ഷേ പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല. ഇത് നിയമമായില്ല. സമഗ്ര ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള ആദ്യ ശ്രമം അവിടെ പരാജയപ്പെടുകയായിരുന്നു. നമുക്കറിയാം, ഈ ബില്ല് പാസ്സാക്കി അത് ഗവർണർക്ക് കൊടുത്തു. ഗവർണർ പ്രസിഡന്റിന് കൊടുത്തു. ഭൂപരിഷ്കരണ നിയമമായതുകൊണ്ട് പ്രസിഡന്റ് അപ്രൂവ് ചെയ്യണം. പ്രസിഡന്റിന് കൊടുത്തു. അവിടെ പ്രസിഡന്റ് ഇതിൽ ഒപ്പുവെച്ചില്ല. ഈ നിയമത്തിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല. നിങ്ങൾക്കറിയാം, ഒരു ബില്ല് നിയമസഭ പാസാക്കിയാൽ മാത്രം നിയമമാകുമോ? ഇല്ല, പ്രസിഡന്റ് ഒപ്പുവെക്കണം. പ്രസിഡന്റ് ഇത് മടക്കി അയച്ചു. പിന്നീട് അത് ഭേദഗതി വരുത്തി വീണ്ടും തിരിച്ചയക്കാനുള്ള ഒരു സമയവും സാവകാശവും ഒന്നും EMS മിനിസ്ട്രിക്ക് ലഭിച്ചില്ല. 1959 ജൂലൈ 31 ജൂണിലാണ് ഈ നിയമം പാസാക്കി അയക്കുന്നത്. 31 ജൂലൈ 1959 EMS മിനിസ്ട്രി ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ സംസ്ഥാന അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിൻ്റെ ഭാവി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ് കുട്ടികളെ.
കുടിയൊഴിപ്പിക്കൽ നിയമം, കേരള കാർഷിക ബന്ധ ബിൽ. കുടിയൊഴിപ്പിക്കൽ നിയമം ഒരു നിയമമായി നിയമസഭയുടെ രജിസ്റ്ററിൽ അത് ചേർക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ആക്ട് നമ്പർ 1 ഓഫ് 1957 എന്നറിയപ്പെടുന്നത്. പക്ഷേ കേരള കാർഷിക ബന്ധ ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും പ്രസിഡന്റ് അംഗീകരിച്ചില്ല, നിയമമായില്ല. നമുക്കറിയാം 1959 ജൂലൈ 31 EMS മിനിസ്ട്രി നിലം പതിച്ചു. തുടർന്നുള്ള ഒരു ചരിത്രം കൂടി അറിഞ്ഞിട്ട് നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ കേരള കാർഷിക ബന്ധ ബിൽ 1957 പറ്റി നിങ്ങൾക്കറിയാം. നിയമസഭ പാസാക്കിയ ആദ്യത്തെ സമഗ്ര ഭൂപരിഷ്കരണ ബില്ലാണ്. നിയമമെന്ന് ഇതിനെ പറയാൻ പറ്റില്ല. എന്താ ഇതിനെ നിയമമെന്ന് പറയാത്തത് കുട്ടികളെ? ഇതിനെ നിയമമെന്ന് പറയാൻ പറ്റില്ല. നിയമമെന്ന് പറയാൻ പറ്റില്ല, ബില്ലെന്നേ പറയാവൂ എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണ്? അതിന് കാരണമുണ്ട്, ചുമ്മാതല്ല ഞാൻ പറഞ്ഞത്. നിയമസഭ പാസാക്കിയാൽ മാത്രം ഒരു ബിൽ നിയമമാകുമോ? ഇല്ല, പ്രസിഡന്റ് ഒപ്പുവെക്കണം. പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല. തുടർന്ന് ഈ മന്ത്രിസഭയുടെ പതനത്തെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ 1960 ഫെബ്രുവരി 22 മന്ത്രിസഭയെ തുടർന്ന് പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടു. അവരെ സംബന്ധിച്ച് അവരുടെ പ്രോഗ്രാമിലും ഭൂപരിഷ്കരണ നിയമം ഉണ്ടായിരുന്നു. നേരത്തെ അവതരിപ്പിച്ച ബില്ലിന്റെ അതേ പേരിൽ കേരള കാർഷിക ബന്ധ നിയമമെന്ന അതേ പേരിൽ കേരള കാർഷിക ബന്ധ നിയമം 1960 എന്ന പേരിൽ അവർ ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു. നിയമസഭ പാസാക്കി. അത് പ്രസിഡന്റും അംഗീകരിച്ചു. പ്രസിഡന്റ് അംഗീകരിച്ചപ്പോൾ നിയമമായി. അപ്പോൾ ആദ്യമായി നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഭൂപരിഷ്കരണ ബിൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കേരള കാർഷിക ബന്ധ ബിൽ 1957 EMSന്റെ ഭരണകാലത്ത് ഗൗരിയമ്മയാണ് അത് അവതരിപ്പിച്ചത്. പക്ഷെ അത് പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല, പാസ്സായില്ല. എന്നാൽ നിയമസഭ പാസ്സാക്കുകയും പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്യുകയും നിയമമായി തീരുകയും ചെയ്ത ആദ്യ സമഗ്ര കാർഷിക നിയമം ഏതാണ്? ഭൂപരിഷ്കരണ നിയമം ഏതാണ്? കേരള കാർഷിക ബന്ധ നിയമം 1960. പിടികിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ അവിടെയും ഒരു നൂലാമാല ഉണ്ടായി. എന്താണ്? ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട പല സെക്ഷനുകളും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ക്യാൻസൽ ചെയ്തു. പലരും കേസിന് പോയി. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇതിലെ പല സെക്ഷനുകളും ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കാനായില്ല. ഈ രണ്ട് നിയമങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇത് ശരിക്കും ഒരു ബില്ലെന്നുള്ള അവസ്ഥ വിട്ട് നിയമമായില്ല. ഇതൊരു ബില്ലാണ്, നിയമമായില്ല. നിയമസഭ പാസാക്കി, പ്രസിഡന്റ് അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഇത് ബില്ലാണ്. അതായത് കേരള നിയമസഭയിൽ അവതരിപ്പിക്കുന്ന സമഗ്ര ഭൂപരിഷ്കരണ ബിൽ, ആദ്യത്തെ സമഗ്ര ഭൂപരിഷ്കരണ ബില്ലാണ് കേരള കാർഷിക ബന്ധ ബിൽ 1957. ഇതാകട്ടെ കേരള നിയമസഭ പാസാക്കിയ ആദ്യ സമഗ്ര ഭൂപരിഷ്കരണ നിയമമാണ്. കാരണം ഇത് നിയമസഭ പാസാക്കുക മാത്രമല്ല, പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്തു. പക്ഷെ കോടതി സ്റ്റേ ചെയ്തുകൊണ്ടാണ് നടപ്പാക്കാൻ കഴിയാതെ പോയത്. ഇവിടെ ആദ്യകാല മന്ത്രിസഭകൾക്കൊക്കെ ഉണ്ടായൊരു പ്രശ്നം, കാലാവധി പൂർത്തിയാകാതെ ആ മന്ത്രിസഭകളൊക്കെ നിലം പതിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ സംസ്ഥാന അടിയന്തരാവസ്ഥയിലൂടെയാണ് EMS പുറത്തു പോയതെങ്കിൽ ഇവിടെ മുന്നണി സംവിധാനത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസം കാരണം കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടം താണുപിള്ള 1962 സെപ്റ്റംബർ 25 രാജിവെച്ച് പോവുകയാണ്. തുടർന്ന് വന്നത് നിങ്ങൾക്കറിയാം. നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ, കോൺഗ്രസ് മുഖ്യമന്ത്രിയായി തീർന്ന നമ്മുടെ ആർ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ അവിടെ രൂപം കൊള്ളുകയാണ് 1962 സെപ്റ്റംബർ 26. അപ്പോഴവിടെ ഒരു ഭൂപരിഷ്കരണ നിയമം രൂപീകരിക്കപ്പെട്ടെങ്കിലും അത് നടപ്പാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അവിടെ ആർ ശങ്കർ എന്താണ് ചെയ്തത്? ആർ ശങ്കർ ഒരു പുതിയ പേരിൽ കേരള ഭൂപരിഷ്കരണ നിയമം, നേരത്തെ കേരള കാർഷിക ബന്ധ ബിൽ അല്ലെങ്കിൽ കേരള കാർഷിക ബന്ധ നിയമം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ പുതിയ പേരിൽ കേരള ഭൂപരിഷ്കരണ നിയമം എന്ന പേരിൽ
ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുകയും നിയമസഭ അത് പാസ്സാക്കുകയും 1963 തന്നെ നിയമസഭ പാസ്സാക്കുകയും അത് പ്രസിഡന്റ് ഒപ്പുവെക്കുകയും 1964 പ്രസിഡന്റ് ഒപ്പുവെക്കുകയും അത് ആക്ട് നമ്പർ 1 ഓഫ് 1964 എന്നറിയപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ 1964 ഇന്ത്യൻ ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി, 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി, 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി ഇത് എന്തു ചെയ്തു? സംരക്ഷിച്ചു. അപ്പോൾ ഇനി കോടതിയിൽ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു നിയമം കോടതിക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം, കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം രൂപം കൊണ്ടു. ആ നിയമമാണ് കേരള 1963 കേരള ഭൂപരിഷ്കരണ നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ സമഗ്ര ഭൂപരിഷ്കരണ നിയമം ഏതാണ് കുഞ്ഞുങ്ങളെ? 1963 കേരള ഭൂപരിഷ്കരണ നിയമം, ആക്ട് നമ്പർ 1 ഓഫ് 1964. ഈ 3 നിയമങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കേരള കാർഷിക ബന്ധ ബില്ല് 1957, അതൊരു ബില്ല് മാത്രമാണ്. കാരണം നിയമസഭ പാസ്സാക്കിയെങ്കിലും പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല, അദ്ദേഹം അത് മടക്കി അയച്ചു. പിന്നെ അതേ പേരിൽ തന്നെ ഒരു ബില്ല് പട്ടം താണുപിള്ളയുടെ കാലത്ത് പാസ്സാക്കുന്നു, 1960 കേരള കാർഷിക ബന്ധ ബിൽ. അത് നിയമസഭ പാസ്സാക്കുകയും പ്രസിഡന്റ് അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ കോടതിയുടെ എതിർപ്പ് കാരണം, കോടതിയുടെ ഒബ്ജക്ഷൻ കാരണം അത് നടപ്പാക്കാൻ കഴിയുന്നില്ല. തുടർന്നാണ് 1960 ഒരു ഭൂപരിഷ്കരണ നിയമം നിലനിൽക്കെ വേറൊരു ഭൂപരിഷ്കരണം നടക്കുകയില്ലല്ലോ. അതുകൊണ്ട് 1960 കേരള കാർഷിക ബന്ധ ബില്ലിനെ റദ്ദ് ചെയ്തുകൊണ്ട്, അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട്, അതിനെ റിപ്പീൽ ചെയ്തുകൊണ്ട് 1963 കേരള ഭൂപരിഷ്കരണ നിയമം, ആക്ട് നമ്പർ 1 ഓഫ് 1964 കേരള നിയമസഭ പാസാക്കി. ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നിലവിൽ വരുന്നത്? നമ്മുടെ ഭൂപരിഷ്കരണ നിയമം ഉടനെ നിലവിൽ വന്നില്ല. അതിൻ്റെ ചരിത്രവും ഞാൻ പറയാം. ഈ നിയമം പാസാക്കി ഇന്ത്യൻ ഭരണഘടന 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാൻ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ മന്ത്രിസഭകൾക്കുണ്ടായിരുന്ന ഒരു അപശകുനം എന്ന് പറയുന്ന കാര്യം ഇവിടെയും സംഭവിച്ചു. 1964 സെപ്റ്റംബർ 10 ശങ്കർ മന്ത്രിസഭ നിലംപതിച്ചു. 1964 സെപ്റ്റംബർ 10. തുടർന്ന് സുദീർഘമായ 3 വർഷങ്ങൾ കേരളം പ്രസിഡന്റ് ഭരണത്തിലായിരുന്നു. ഈ നിയമം നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ഇതിനിടയിൽ. പക്ഷെ ആ തിരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയില്ല. 1967 വരെ കേരളം പ്രസിഡന്റ് ഭരണത്തിൽ തുടർന്നു. തുടർന്ന് 1967 നടന്ന തിരഞ്ഞെടുപ്പിൽ EMSന്റെ നേതൃത്വത്തിൽ സപ്തകക്ഷി മുന്നണി അധികാരത്തിലെത്തുകയാണ്. അപ്പോൾ അവർ അധികാരത്തിലെത്തിയപ്പോൾ എല്ലാവരും കരുതി എന്തായാലും കേരള ഭൂപരിഷ്കരണ നിയമമുണ്ട്, അത് 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ നടപ്പാക്കുമെന്ന് കരുതി. പക്ഷേ EMS എന്ന് പറഞ്ഞു, ഈ രൂപത്തിൽ ഇത് ഞങ്ങൾ നടപ്പാക്കില്ല, ഇതിൽ ഭേദഗതികൾ വരുത്തുന്നുണ്ട്, ഭേദഗതികൾ വരുത്തിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇത് എന്തു ചെയ്യുകയുള്ളൂ, നടപ്പാക്കുകയുള്ളൂ. അങ്ങനെ 1969 കേരള ഭൂപരിഷ്കരണ ഭേദഗതി ആക്ട് EMS മുഖ്യമന്ത്രിയായിരിക്കെ, ഗൗരി അമ്മ റവന്യൂ മന്ത്രിയായിരിക്കെ നിയമസഭ പാസ്സാക്കി പ്രസിഡന്റിന് അയച്ചു. പക്ഷേ പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നതിന് മുന്നേ തന്നെ 1969 നവംബർ 1 EMS മന്ത്രിസഭ നിലംപതിച്ചു. തുടർന്ന് C. അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ അധികാരത്തിലെത്തുകയാണ്. ഈ ചരിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ 2 നിയമങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നു. ഏതൊക്കെയാണത്? 1963 കേരള ഭൂപരിഷ്കരണ നിയമം, നമ്മുടെ ഇന്നത്തെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ മാതൃ നിയമമാണത്, ആക്ട് നമ്പർ 1 ഓഫ് 1964. 1964 തന്നെ അത് ഇന്ത്യൻ ഭരണഘടന 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടന 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കപ്പെട്ട ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം ഏതാണ്? 1964 ഭൂപരിഷ്കരണ നിയമം. 1963 ഭൂപരിഷ്കരണ നിയമം, ആക്ട് നമ്പർ 1 ഓഫ് 1964. അപ്പോൾ ഇവിടെ
EMS ഭേദഗതി കൊണ്ടുവന്നു, നിയമസഭ പാസാക്കി, പ്രസിഡന്റ് അയച്ചു. പക്ഷെ പ്രസിഡന്റ് അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭ നിലംപതിച്ചു. തുടർന്ന് EMSന്റെ തന്നെ സന്തത സഹചാരിയായിരുന്നു അന്നത്തേക്ക് ആ ഒരു സംഭവവികാസം നിങ്ങൾക്കറിയാം. CPI എന്ന പാർട്ടി CPM എന്നും CPI എന്നും രണ്ടായിട്ട് പിളരുകയാണ്. അവിടെ CPIയുടെ നേതാവായിരുന്നു C. അച്യുതമേനോൻ. C. അച്യുതമേനോൻ കോൺഗ്രസിന്റെ സപ്തകക്ഷി മുന്നണി മന്ത്രിസഭയിൽ അംഗമായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി എവിടെ എത്തുകയാണ്? മുഖ്യമന്ത്രിയായി എത്തുകയാണ്. 1969 നവംബർ 1 കേരള പിറവി ദിവസം അദ്ദേഹം അധികാരമേറ്റെടുത്തു. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് അന്ന് അയച്ച ബില്ല് അംഗീകരിക്കപ്പെട്ട് പ്രസിഡന്റ് അംഗീകരിച്ച് തിരിച്ചു വരുന്നത്. അവിടെ ആ നിയമം നടപ്പാക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് C. അച്യുതമേനോനാണ്. ആ നിയമം അദ്ദേഹം നടപ്പിലാക്കിയത് 1970 ജനുവരി 1 കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നു. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ C. അച്യുതമേനോനാണ്. അതുപോലെ തന്നെ ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ 1957 സമഗ്ര ഭൂപരിഷ്കരണ നിയമം രൂപീകരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട സമിതിയുടെ അധ്യക്ഷനും ആരായിരുന്നു? ഇതേ C. അച്യുതമേനോനാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുക? C. അച്യുതമേനോനാണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിന് തുടക്കം കുറിച്ച മുഖ്യമന്ത്രി EMS തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അത് നിയമമായില്ല എന്ന് മാത്രം. അദ്ദേഹം കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവന്നു, പക്ഷെ കേരള കാർഷിക ബന്ധവൽ നിയമമായില്ല. പട്ടം താണുപിള്ള അതിനെ നിയമമാക്കി, പക്ഷെ കോടതി അദ്ദേഹത്തെ ഇത് ചെയ്യാൻ അനുവദിച്ചില്ല. പക്ഷെ പിന്നീട് 1963 ഈ നിയമത്തെ, നിലവിലുള്ള ഒരു നിയമമാണ്, ആ നിയമത്തെ റദ്ദാക്കിക്കൊണ്ടാണ് പുതിയ നിയമം 1963 ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത്. അത് 1964 1-ാം നമ്പർ നിയമം എന്നാണ് അറിയപ്പെടുക. മനസ്സിലായല്ലോ? അപ്പോൾ ആ നിയമത്തിൻ്റെയും 1963 ഭൂപരിഷ്കരണ നിയമത്തിൻ്റെയും 1969 ഭേദഗതി നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് 1970 ജനുവരി 1 കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് എന്ന് ഓർക്കുക. നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി C. അച്യുതമേനോനാണ്. അപ്പോൾ കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ മുഖ്യമന്ത്രി അച്യുതമേനോനാണ്. തുടക്കം കുറിച്ച മുഖ്യമന്ത്രി ആരാണ്? EMS ആണ്. 1957 സമഗ്ര ഭൂപരിഷ്കരണ നിയമം രൂപീകരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? C. അച്യുതമേനോനാണ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന 9-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു ഭൂപരിഷ്കരണ നിയമം ആരുടെ കാലത്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ആദ്യമായി ഉൾപ്പെടുത്തിയ ഒരു നിയമം ആരുടെ കാലത്തുണ്ടായെന്ന് ചോദിച്ചാൽ ശങ്കർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഉണ്ടായത്. ശങ്കർ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് PT ചാക്കോയാണ് ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത്. അന്നത്തെ ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിന്റെ ചാർജും അദ്ദേഹത്തിനുണ്ടായിരുന്നു, PT ചാക്കോയ്ക്ക്. നമുക്ക് മറ്റേ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് തുടർന്നുള്ള ചില പോയിന്റുകൾ, ഭൂപരിഷ്കരണത്തെ പറ്റിയുള്ള അതിപ്രധാനമായ പോയിന്റുകൾ നമുക്ക് പഠിക്കാം. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതിൻ്റെ 50-ാം വാർഷികം ആഘോഷിച്ച തീയതി 2020 ജനുവരി 1. കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതിൻ്റെ 50-ാം വാർഷികം ആഘോഷിച്ച തീയതി 2020 ജനുവരി 1. ഓർക്കുക, ആരുടെ കാലത്ത്? C. അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ. ഇപ്പം നടപ്പാക്കിയ മുഖ്യമന്ത്രി ആരാ? C. അച്യുതമേനോൻ. ഈ നിയമത്തിന് തുടക്കം കുറിച്ച മുഖ്യമന്ത്രി ആരാ? കാർഷിക ബന്ധമില്ലെന്ന രീതിയിൽ 1957 തുടക്കം കുറിച്ചത് ആരാ? EMS. കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അതുപോലെ തന്നെ കുടിയിറക്കൽ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാ? EMSന്റെ കാലത്ത്. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുക. ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പരാമർശിക്കുന്ന ഒരു സമരമുണ്ട്, കള്ളിക്കാട് സമരം. 1970 ജൂലൈ 26 ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ പഞ്ചായത്തിലെ കള്ളിക്കാട് വില്ലേജിലുണ്ടായ ഒരു സമരമാണ്, ഒരു കുടികിടപ്പ് സമരമാണിത്. അവിടുത്തെ പ്രാദേശിക CPM നേതാവായ PR വാസുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കുടികിടപ്പ് സമരമാണ് കള്ളിക്കാട് സമരം. അത് ജന്മിമാർ നടത്തിയ സമരമല്ല. ജന്മിമാരുടെ ഭൂമിയിൽ കുടികിടപ്പ് അവകാശമുള്ള സാധാരണക്കാർ നടത്തിയ ഒരു സമരമായിരുന്നു. അവിടെ ഒരു ജന്മി തൻ്റെ ഭൂമിയിൽ കുടികിടപ്പ് അവകാശം മറ്റുള്ളവർക്ക് നിഷേധിച്ചപ്പോൾ, കുടികിടപ്പുകാർക്ക് നിഷേധിച്ചപ്പോൾ അതിനെതിരെ പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രക്ഷോഭമായിരുന്നു. ആ പ്രക്ഷോഭത്തിന്റെ ഫലമായി 2 രക്തസാക്ഷികൾ ഉണ്ടായി, നീലകണ്ഠൻ, ഭാർഗവി. ഈ സമരത്തെ തുടർന്നുണ്ടായ വെടിവെപ്പിൽ മരണമടഞ്ഞ ദമ്പതികളാണ് നീലകണ്ഠൻ, ഭാർഗവി എന്നിവർ. ഇതിന് സമരം നയിച്ചത് PR വാസുവാണ്.
അപ്പോൾ കള്ളിക്കാട് സമരം എന്തെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധമായ ചില പ്രക്ഷോഭങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇനി നാളെ കള്ളിക്കാട് സമരം അല്ല ചോദിക്കുന്നത്, മറ്റു സമരങ്ങളാണെങ്കിലും നിങ്ങൾ അറിയണം. കയ്യൂർ സമരം, ഇതൊക്കെ നമ്മുടെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളാണ്. കരിവെള്ളൂർ സമരം, തോൽവിറക് സമരം, മേച്ചിൽപുല്ല് സമരം, കൂത്താളി എസ്റ്റേറ്റ് സമരം, ആ പരമ്പരയിലെ ഒരു സമരമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പരാമർശിക്കപ്പെട്ട കള്ളിക്കാട് സമരം. അന്ന് തോൽവിറക് സമരത്തിൽ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്. കെ.എ. കേരളീയൻ രചിച്ച ഒരു മുദ്രാവാക്യം. തോലും വിറകും ഞങ്ങൾ എടുക്കും, കാലൻ വന്നു തടുത്തെന്നാലും ആരും നട്ടു വളർത്തിയതല്ല, വാരുതി പോലെ കിടക്കും വിപിനം. തോൽവിറക് സമരത്തിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യം, കെ.എ. കേരളീയൻ രചിച്ച മുദ്രാവാക്യം. 1946 നവംബറിൽ ചീമേനി എസ്റ്റേറ്റിലാണ് ഈ പറഞ്ഞ ഏത് സമരം നടക്കുന്നത്? നമ്മളിവിടെ പരാമർശിച്ച തോൽവിറക് സമരം നടക്കുന്നത്. ജന്മിയുടെ എസ്റ്റേറ്റിൽ നിന്ന്, ആ ചീമേനി എസ്റ്റേറ്റിൽ നിന്ന് തോലും വിറകും ശേഖരിക്കാനുള്ള തൊഴിലാളികളുടെ അവകാശം നിഷേധിച്ചപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട സമരമാണത്. അപ്പോൾ ഇതേപ്പറ്റിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും ആ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അനുബന്ധമായ 1-2 പോയിന്റുകൾ കൂടി പഠിക്കണ്ടേ? കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ച തീയതി എന്നായിരിക്കും? 1970 ജനുവരി 1-നല്ലേ ഭൂപരിഷ്കരണ നിയമം പ്രാബല്യത്തിൽ വന്നത്, നടപ്പാക്കിയത്? സി അച്യുതന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. പ്ലസ് 50 എത്ര വരുവടെ? 2020 ജനുവരി 1. 2020 ജനുവരി 1-നാണ് കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത്. സംശയമില്ലല്ലോ. അതുപോലെ ഇതിനോടനുബന്ധിച്ച് നമുക്കറിയാം 50ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളേത് 1963 ഭൂപരിഷ്കരണ നിയമം. അതിൻ്റെ ഭേദഗതി നിയമം 1969 ഭൂപരിഷ്കരണ നിയമവും നമ്മൾ ഭേദഗതി നിയമവും എന്ത് ചെയ്തു? 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ട് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷേ ഇത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കേരളത്തിൽ നിന്ന് ഒറിജിൻ ചെയ്തു. ആ കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഭൂപരിഷ്കരണ നിയമത്തിനെതിരെയുള്ള കേസ്. കേരളത്തിൽ നിന്നുണ്ടായ കേസ് ഏതെന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. പക്ഷെ ഇതിൽ കേശവാനന്ദ ഭാരതിക്ക് അനുകൂലമായ വിധിയൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും കേരള ഭൂപരിഷ്കരണം ക്യാൻസൽ ചെയ്യാൻ സുപ്രീം കോടതിക്ക് കഴിയത്തുമില്ല. എങ്കിൽ പോലും അവിടെ സുപ്രീം കോടതി ഒരു പ്രധാനമായ കാര്യം ചൂണ്ടിക്കാണിച്ചു. അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി ഈ കേസിൽ പ്രസ്താവിച്ചു. മറ്റൊന്നും സുപ്രീം കോടതിക്ക് ചെയ്യാനില്ല. കാരണം ഈ പറയുന്ന നിയമങ്ങൾ എവിടെ ഉൾപ്പെടുത്തി? 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചിരുന്നു. അവിടെ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല. അപ്പോൾ ഈ കാര്യവും കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഇതിന് പിന്നെ അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് എന്നത് കൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന് പറയുന്ന ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി ഈ കേസിൽ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമമാണല്ലോ മാതൃനിയമം. 1963 കേരള ഭൂപരിഷ്കരണ നിയമവും പിന്നെ നമ്മൾ പറഞ്ഞ 1969 EMSന്റെ കാലത്ത് വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം, ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിലാണല്ലോ 1970 ജനുവരി 1 ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുന്നത്. അവിടെ ഇതിൻ്റെ പ്രത്യേകതകൾ, സവിശേഷത എന്താണ്? കുടിയായ്മ സ്ഥിരത നൽകൽ. ജന്മിമാരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കുടിയാന്മാർക്ക് സ്ഥിരത നൽകി, സ്ഥിരമായ അവകാശം നൽകി. കുടികിടപ്പുള്ളവർക്ക്, അവിടെ താമസിച്ചിരുന്നവർക്ക് സ്ഥിരത നൽകി. ഭൂപരിധി നിർണയിച്ചു. അതായത് ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി നിർണയിച്ചു. അപ്പോഴവിടെ കുടിയായ്മ സ്ഥിരത നൽകലുണ്ടായി, കുടികിടപ്പ് സ്ഥിരത നൽകലുണ്ടായി, ഭൂപരിധി നിർണയവും ഉണ്ടായി. മനസ്സിലായില്ലേ? ഇനി കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള ഭൂപരിധി ഏതാണ് എന്നൊരു ചോദ്യം നാളെ അവരെടുത്ത് ഇങ്ങോട്ട് നമ്മുടെ മുന്നിലേക്ക് തരുന്നിരിക്കട്ടെ. അവിടെയും നമുക്ക് ആൻസർ ഉണ്ട്. ഒരു വ്യക്തിക്ക് പരമാവധി 7.5 ഏക്കർ ഭൂമി കൈവശം വയ്ക്കാം. ഒരു വ്യക്തിക്ക് ഇപ്പോൾ ചെയ്യാവുന്നത് 7.5 ഏക്കർ ഭൂമി വരെ വ്യക്തിപരമായിട്ട് നമുക്ക് കൈവശം വയ്ക്കാം. ഇനി 2-5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് പരമാവധി കൈവശം വയ്ക്കാവുന്ന ഭൂമി 15 ഏക്കറാണ്. 5-ൽ കൂടുതൽ അംഗങ്ങളുണ്ടെന്നിരിക്കട്ടെ.
5ൽ കൂടുതൽ അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് പരമാവധി 20 ഏക്കർ വരെ കൈവശം വയ്ക്കാം. ഇതിൽ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഗവൺമെൻറ് അത് പിടിച്ചെടുക്കും. ഇതാണ് ഇപ്പോഴുള്ള ഭൂപരിധി. ഇത് നമ്മുടെ 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ഭൂപരിധിയാണ്. ഒരു വ്യക്തിക്ക് പരമാവധി 7.5 ഏക്കർ ഭൂമി, 2 5 അംഗങ്ങളുള്ള കുടുംബത്തിന് പരമാവധി 2 മുതൽ 5 വരെ കേട്ടോ, 15 ഏക്കർ, 5ൽ കൂടുതലാണെങ്കിൽ 20 ഏക്കർ. ഈ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ പഴയ ചോദ്യം, നമ്മൾ LDC ഖാദി ബോർഡിൽ കണ്ട ആ ചോദ്യം ഇപ്പോൾ നമ്മൾ ഉത്തരം നൽകുന്നതിന് മുമ്പ് കേരള ഭൂപരിഷ്കരണത്തെപ്പറ്റി ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളും ഇതിൽ പരാമർശിക്കേണ്ട പോയിന്റുകളും പഠിച്ചു കഴിഞ്ഞു കുഞ്ഞുങ്ങളെ, മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിന്, കേട്ടോ ഇവിടെ വിട്ടുപോയതാണ്, ഭൂപരിഷ്കരണ നിയമത്തിന് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS. എന്താ സംശയം? 1957 കേരള കാർഷിക ബന്ധം ബില്ലെന്ന പേരിൽ ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുകയും അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്തത് EMS മന്ത്രിസഭയാണ്. അപ്പൊ അവർക്ക് തന്നെയാണ് അതിന്റെ ക്ലെയിം ഉള്ളത്. പക്ഷെ അത് പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല, അതുകൊണ്ട് നിയമമായില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റാണ്. 1957 കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കിയല്ലോ. കേരള കാർഷിക ബന്ധ നിയമമല്ലേ നടപ്പാക്കാൻ പറ്റാതെ പോയുള്ളൂ. കേരള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി, 1957 നടപ്പാക്കി, EMSന്റെ കാലത്ത് തന്നെ നടപ്പാക്കി. കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസ്സാക്കി. ഇവിടെ PSC ഇത് ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ എനിക്കൊരു ചെറിയ ഓബ്ജക്ഷൻ ഇതിലുണ്ട്. നിയമം 1950 ജൂൺ 19 തന്നെയാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ 1957 കാർഷിക ബന്ധ നിയമം ഉണ്ടല്ലോ, C. അച്യുതമേനോൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം അവർ കൊടുത്ത ആ നക്കൽ പ്രകാരം അവതരിപ്പിച്ച എന്താണ് ആദ്യത്തെ ഭൂപരിഷ്കരണ ബില്ലെന്നറിയപ്പെടുന്ന ആ ബില്ല് 1957 നിയമസഭയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. കമ്മിറ്റിയുടെ പരിശോധനയ്ക്കൊക്കെ ശേഷം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസ്സാക്കി. പക്ഷെ പ്രസിഡന്റ് ഒപ്പുവെച്ചില്ലല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ നിയമം എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, ബില്ല് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. ബില്ല് 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസ്സാക്കി. പ്രസിഡന്റ് ഒപ്പുവെച്ചില്ല, അതുകൊണ്ട് നിയമമായില്ല. അപ്പോൾ അവിടെ നിയമം എന്ന് പറയാൻ പാടില്ല. പക്ഷേ PSC അത് ഈ ഒരു കൺസെപ്റ്റിൽ അത് ബില്ലെന്ന് തന്നെയാണ്, അവർക്ക് തെറ്റിപ്പോയതായിരിക്കും, അവരത് ശരിയെന്നാണ് പ്രഖ്യാപിക്കുന്നത്. പിന്നെ 4-മത്തതാണ്, തെറ്റായതാണ് നമ്മളോട് ചോദിച്ചത്. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. ആണോ? അല്ല. ജന്മിമാർ നടത്തിയ, സമ്പന്ന വിഭാഗം നടത്തിയ സമരമല്ല, കുട്ടിക്കിടപ്പുകാർ നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. ഇതെല്ലാം വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഉത്തരം 4 നിങ്ങൾക്ക് സുവ്യക്തമായി പറയാൻ കഴിയും. ഇനി കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ പ്രധാന സവിശേഷതകൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിന് സാധ്യതയുണ്ട്. കുടിയായ്മ സ്ഥിരത നൽകൽ, കുടിയാന്മാർക്ക് ആ ഭൂമിയിൽ സ്ഥിരത നൽകൽ. കുടികിടപ്പ് സ്ഥിരത നൽകൽ. കുടിയാന്മാരെന്ന് പറഞ്ഞാൽ എന്താ? ജന്മിമാരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർ, അവർക്ക് സ്ഥിരത നൽകൽ. കുടികിടപ്പ്, താമസിക്കുന്നവർ അവർക്ക് സ്ഥിരത നൽകൽ. പിന്നെ ഭൂപരിധി നിർണ്ണയം. ഭൂപരിധി നിർണ്ണയമൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതോടനുബന്ധിച്ച്, ഭൂപരിഷ്കരണത്തോടനുബന്ധിച്ച് ഇനിയുള്ള പരീക്ഷകളിലേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, ഇനിയുള്ള പരീക്ഷകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട സുപ്രധാനമായ 2 വിളംബരങ്ങളുണ്ട്. പണ്ടാരപ്പാട്ട വിളംബരവും കാണപ്പാട്ട വിളംബരവും. അതായത് തിരുവിതാംകൂറിൽ ആയില്യം തിരുനാൾ 1865 പുറപ്പെടുവിച്ച പണ്ടാരപ്പാട്ട വിളംബരത്തെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ എന്തിനാ പറഞ്ഞു തരുന്നത്? ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ രൂപം കൊണ്ടിട്ടോ, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന നിയമമാണ് പണ്ടാരപ്പാട്ട വിളംബരം. എന്തുകൊണ്ടാണ്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ വക ഭൂമിയിൽ കുടിയാന് സ്ഥിരാവകാശം നൽകിയത്, അതായത് സർക്കാർ വക ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കുടിയാന് ആ ഭൂമിയിൽ സ്ഥിരാവകാശം നൽകിയ വിപ്ലവകരമായ വിളംബരമായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം. 1865 ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ചു. ഇത് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർട്ട എന്നാണ് കുഞ്ഞുങ്ങളെ അറിയപ്പെടുക. പിന്നെ ആയില്യം തിരുനാൾ തന്നെ പുറപ്പെടുവിച്ച മറ്റൊരു വിളംബരമാണ് കാണപ്പാട്ട വിളംബരം, അല്ലെങ്കിൽ ജന്മികുടിയാൻ വിളംബരം. അത് 1867. പിന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കാർ വക ഭൂമിയിലാണ് കുടിയാന് സ്ഥിരാവകാശം നൽകിയത്, പണ്ടാരപ്പാട്ട വിളംബരം.
പക്ഷേ കാണപ്പാട്ട് വിളംബരം എന്ത് ചെയ്തു? ജന്മിമാരുടെ ഭൂമിയിൽ കുടിയാന് സ്ഥിരാവകാശം നൽകി. ഈ വിളംബരങ്ങൾ കൂടി ഓർത്താൽ നിങ്ങളുടെ ഈ ഭൂപരിഷ്കരണത്തെ പറ്റിയുള്ള പഠനം വ്യക്തവും സുവ്യക്തവുമായി തീരും. ഒരു സംശയവുമില്ല. ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഒരു മേഖല നമ്മൾ പിന്നിട്ടു. ഒരു ചോദ്യത്തിലൂടെ ഒരു മേഖലയെ നമ്മൾ കീഴടക്കി. അടുത്തത് നമ്മൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു ചോദ്യമായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം എന്ന ഒരു ചോദ്യം. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ. ശരിയാണത്, അത് ഉൾപ്പെടുത്താം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കോമൺ സെൻസ് വെച്ച് എഴുതാവുന്നതേ ഉള്ളെന്നേ ഈ ചോദ്യത്തിന്റെ ഉത്തരം. മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉള്ള പ്രവർത്തികൾ. ശരിയാണ്. മൃഗപരിപാലനം, കന്നുകാലി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ ഇവർ ചെയ്യും. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ, കനാലുകൾ, തോടുകൾ, റോഡുകൾ, ഇവയൊക്കെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികൾക്ക് ഇവർക്ക് ചെയ്യാം. റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത നിവാരണ തയ്യാറെടുപ്പുകൾ, ഇവയിലൊക്കെ ആർക്ക് വ്യാപൃതരാകാം? ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന, നമുക്കറിയാം, ഗ്രാമീണ വിഭാഗത്തെയാണ് ഇത് ഉൾപ്പെടുത്തുക. ഗ്രാമീണ കുടുംബം. അവിടെ APL എന്നും BPL എന്നുള്ള വ്യത്യാസമില്ല, സ്ത്രീയെന്നും പുരുഷനും എന്നുള്ള വ്യത്യാസമില്ല. ഗ്രാമീണ മേഖലയിലുള്ള ആളായിരിക്കണം, 18 വയസ്സ് തികഞ്ഞിരിക്കണം, പ്രായപൂർത്തിയായ ആളായിരിക്കണം. പ്രായപരിധി, ഉയർന്ന പ്രായപരിധി ഒന്നും പറയുന്നില്ല. അങ്ങനെയുള്ളൊരു പദ്ധതിയാണ്. അവിടെ 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ തൊഴിൽ ദിനങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അങ്ങനെ ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവയെല്ലാം ശരിയാണ്. ഇത് സത്യത്തിൽ പഠിക്കാത്ത ഒരാൾക്കും ഇത് കാണുമ്പോൾ തന്നെ നമ്മളുടെ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തികളൊക്കെ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ആ ഒരു പ്രായോഗിക പരിചയം വെച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ പദ്ധതിയെ പറ്റിയുള്ള എല്ലാ പോയിന്റും നമുക്ക് ഈ ഒരു ചെറിയ ക്ലാസ്സിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷേ അതിപ്രധാനമായി അടുത്ത ചോദ്യങ്ങളിൽ നിഴലിക്കാവുന്ന പോയിന്റുകൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആദ്യം ഇത് ഏത് നിയമത്തെ അടിസ്ഥാനമാക്കി വന്നു എന്ന് ചോദിക്കാം. നമുക്കറിയാം 2005 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പ്രകാരം. ആ ആക്ട് 2005 അല്ലേ? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെന്ന് പ്രധാനമന്ത്രി, ഡോക്ടർ മൻമോഹൻ സിംഗ്. അതുപോലെ 2 പദ്ധതികൾ ഈ പദ്ധതിയിൽ ലയിപ്പിച്ച 2 പദ്ധതികളാണ്. ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിൽ ലയിപ്പിച്ച 2 പദ്ധതികളാണ് SGRYയും NFWPയും. അതൊന്ന് ഓർത്തിരിക്കണം. ചിലപ്പോൾ ചോദിക്കാം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ച പദ്ധതികൾ ഏതെന്ന് ചോദിച്ചാൽ SGRY ആൻഡ് NFWP എന്ന് പറയാം. പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച സംഘടനയെ നിങ്ങൾ മറക്കരുത്, MKSS ആണ്. ഇത് നിയമമായത് 2005 സെപ്റ്റംബർ 7-നാണ്. 2005 സെപ്റ്റംബർ 7-ന് നിയമമായെങ്കിലും പ്രാബല്യത്തിൽ വന്നത് 2006 ഫെബ്രുവരി 2-നാണ്. അത് ചോദിക്കും. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രാബല്യത്തിൽ വന്നത്, ആ പദ്ധതി ആരംഭിച്ചത് 2006 ഫെബ്രുവരി 2-നാണ്. പക്ഷേ ഈ നിയമം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 നിലവിൽ വന്നതെന്നാണ് 2005 സെപ്റ്റംബർ 7-നാണ്. പക്ഷേ ആ പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത് 2006 ഫെബ്രുവരി 2-നാണ്. ഇത് നഗരപ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. നഗരപ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ളത് അയ്യങ്കാളി നാഗരിക തൊഴിലുറപ്പ് പദ്ധതിയാണ്. അയ്യങ്കാളി പദ്ധതിയാണ്, അയ്യങ്കാളിയുടെ പേരുള്ള പദ്ധതിയാണ്. ഇത് ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, ചിലർ കരുതുന്ന സ്ത്രീകൾക്ക് മാത്രമാണ്, അല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് ഇത്. പിന്നെ APL BPL വ്യത്യാസമൊന്നും ഇതിനില്ല. പിന്നെ നമ്മുടെ ജോബ് കാർഡ്, പഞ്ചായത്തിൽ നിന്ന് ജോബ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ജോബ് കാർഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷമാണ് അതിൻ്റെ ഗ്യാരണ്ടി. 5 വർഷം വരെ അത് പുതുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 5 വർഷം വരെ തൊഴിൽ കിട്ടിക്കൊണ്ടിരിക്കും. അവിടെ 18 വയസ്സ് കഴിഞ്ഞിരിക്കണമെന്നുള്ളൊരു നിബന്ധനയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ പരമാവധി നിങ്ങൾക്ക് 100 ദിവസത്തിൽ കൂടുതൽ, 100 ദിവസത്തിൽ കുറയാത്ത രീതിയിൽ നിങ്ങൾക്ക് തൊഴിൽ നൽകും. പിന്നെ ഒരു ജോബ് കാർഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പദ്ധതിയിൽ ചേരുന്നവർ ജോബ് കാർഡ് എടുക്കണം. അത് പഞ്ചായത്താണ് നൽകുന്നത്. ജോബ് കാർഡിന് 5 വർഷമാണ് സാധുത. ഇതൊക്കെ അറിയണം. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇത് നമുക്കറിയാം, ഈ 2006 ഫെബ്രുവരി 2-ന് നടപ്പാക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നടപ്പാക്കുകയല്ല, കുറേ ജില്ലകൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ നടപ്പാക്കുകയായിരുന്നു. 3 ഘട്ടമായിട്ട്, 3-ാം ഘട്ടത്തിലാണ് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചത്. നമ്മുടെ കേരളത്തിൽ ആദ്യ ഘട്ടത്തിൽ നിലവിൽ വന്ന 2 ജില്ലകൾ ഒരു കാടും നാടുമാണ്. കാടും നാടും വരുന്ന 2 ജില്ലകളാണ് പാലക്കാട്, വയനാട്. കാട് വരുന്നത് ഏതാ? പാലക്കാട്. നാട് വരുന്നത് ഏതാ? വയനാട്. പിന്നെ അടുത്ത ഘട്ടം വന്നപ്പോൾ കാസർഗോഡും ഇടുക്കിയും.
ഉൾപ്പെടുത്തി. അപ്പോൾ ആദ്യഘട്ടങ്ങളിലായി കടന്നു വന്ന ജില്ലകൾ ഓർക്കണം, കാടും നാടും. പിന്നെ എന്താണ് ഇടുക്കി ഗോൾഡ് എന്നുള്ളത് ഇടുക്കി ഗോഡ് എന്നോർത്തോ. അപ്പോൾ എന്താണ് കാസർഗോഡും ഇടുക്കിയും. അപ്പോൾ ആ 4 ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട്, വയനാട്, കാസർഗോഡ്, ഇടുക്കി എന്ന ക്രമത്തിൽ പറയാം. അതിനുശേഷം എന്ത് ചെയ്തു, എല്ലാ ജില്ലകളിലും അത് വ്യാപിപ്പിച്ചപ്പോൾ നമ്മുടെ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഈ പദ്ധതിയുണ്ട്. അപ്പോൾ ആ കാര്യം ഓർക്കണം. ഇപ്പൊ നിലവിലെ വേതനം എന്താണെന്ന് ചോദിച്ചാൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ കുഞ്ഞുങ്ങളെ. 346 രൂപയാണ് ഇപ്പോൾ ഇതിന് ദിവസ വേതനം കൊടുക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ വേതനം നിങ്ങൾക്ക് അറിയാമോ, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ വേതനം അറിയാമോ എന്നുള്ളതിന് വേണ്ടി നിങ്ങളോട് ചോദിക്കും, കഴിഞ്ഞ വർഷ വേതനത്തെക്കാൾ എത്രയാണ് വർധനവുണ്ടായത് എന്ന് നിങ്ങളോട് ചോദിക്കാം. അവിടെ വർധനവുണ്ടായത് 13 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. കാരണം എന്താ കുഞ്ഞുങ്ങളെ 13 രൂപയുടെ വർധനവുണ്ടെന്ന് പറയാൻ കാരണം, നേരത്തെ ഇത് എത്രയായിരുന്നു, 333 ആയിരുന്നു, 333 രൂപയിൽ നിന്നാണ് 13 രൂപ കൂടി 346 രൂപ ഇപ്പോഴായിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആ പദ്ധതിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അയ്യോ, ഇതെന്താണ് ബോർഡ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് കാണാനേ പറ്റുന്നില്ലല്ലേ? ഇത് കണ്ട് പേടിക്കണ്ട. ഇത് ആർക്കും ഉത്തരം നൽകാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സിവിൽ സർവീസിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഈ ക്വസ്റ്റ്യനെ പറ്റി പറയുമ്പോൾ അതൊരു ഷോർട്ട് ഫോമിലാക്കി ഞാൻ കാണിക്കുകയാണ്. ശരിയായ ഓപ്ഷൻ മാത്രം എടുത്തിട്ട് കാണിക്കുകയാണ്. ചോദ്യം ഇതായിരുന്നു. നിങ്ങൾക്ക് നേരത്തെ ബോർഡ് മൊത്തം കണ്ടപ്പോൾ അത് വ്യക്തമായി കാണില്ല. പക്ഷെ അതിൻ്റെ ഓപ്ഷനൊക്കെ കാണുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം ഒന്ന് വെപ്രാളപ്പെടും. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഈ യൂട്യൂബിൽ തന്നെ തന്നിട്ടുള്ള ഒരു ക്ലാസ്സിൽ ഞാൻ ഇതൊക്കെ വിശദമായി പ്രതിപാദിച്ചിരുന്നതാണ്. അത് കണ്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇത് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? താഴെ പറയുന്നവ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. നമുക്കറിയാം, നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് സിവിൽ സർവീസിനെ തിരിക്കുന്നത്? ഓൾ ഇന്ത്യ സർവീസ്, കേന്ദ്ര സർവീസ്, സ്റ്റേറ്റ് സർവീസ്. സ്റ്റേറ്റ് സർവീസ് എന്നത് സ്റ്റേറ്റ് സിവിൽ സർവീസുകൾ. ഇനി സ്റ്റേറ്റ് സർവീസിനെ 2ആയിട്ട് തിരിക്കാറുണ്ട്. എന്താണ് സ്റ്റേറ്റ് സർവീസും സബോർഡിനേറ്റ് സർവീസും. ഇതിൻ്റെ തരംതിരിവൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അവിടെ ഈ പറയുന്ന സാധനങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് തരംതിരിച്ചെടുത്താൽ മതി. നമുക്കറിയാം ഈ തപാൽ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഈ ഇന്ത്യൻ പോലീസ് സർവീസ് അതെന്താണത്? ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്? IPS. ഇന്ത്യൻ ഫോറിൻ സർവീസ് IFOS. ഇന്ത്യൻ പോലീസ് സർവീസും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും IFOSഉം പിന്നെ IASഉം. ഈ 3 സർവീസുകളല്ലേ മക്കളെ അഖിലേന്ത്യാ സർവീസുകൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് എന്നറിയപ്പെടുന്നത്? ഈ 3 സർവീസുകളെയാണ്, അല്ലേ? ആണല്ലോ. ഇത് കേന്ദ്രമാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, UPSC ആണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പക്ഷേ കേന്ദ്രങ്ങളിലും സംസ്ഥാനങ്ങളിലും ഈ ഉദ്യോഗസ്ഥരെ നിയമിക്കും. അതാണ് ഇവരുടെ പ്രത്യേകത. പിന്നെ അവിടെ ഉള്ളത് ഏതാ? കേന്ദ്ര സർവീസാണ്. കേന്ദ്ര സർവീസ് എന്ന് പറയുന്നത് IPSഉം IFOSഉം IASഉം ഒഴികെ ഏത് സർവീസ് വന്നാലും അത് കേന്ദ്ര സർവീസാണ്. അപ്പം നമ്മൾ ഇതിനകത്തൊന്ന് നോക്കിക്കേ. ഇതിനകത്ത് അത് കൂടാതെ വന്ന കേന്ദ്ര സർവീസുകൾ ഏതൊക്കെയാണ്? കേന്ദ്രത്തിൽ വരുന്നത് റെയിൽവേ വരുന്നുണ്ട്, തപാൽ സർവീസ് വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും എന്തിലേക്കാണ് വരിക? കേന്ദ്ര സർവീസിലേക്കാണ് വരിക. മനസ്സിലായോ? അത് രണ്ടും എവിടേക്കാണ് വരിക? കേന്ദ്ര സർവീസിലേക്കാണ് വരിക. മനസ്സിലായോ? അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, കേന്ദ്ര സർവീസിലേക്കാണ് വരിക. പിന്നെ ഒരു വിൽപ്പന നികുതി കിടക്കുന്നു, ഈ സെയിൽ ടാക്സ്. ഇപ്പൊ സ്റ്റേറ്റ് ടാക്സ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാന സർവീസ്, സംസ്ഥാന സിവിൽ സർവീസിൽ ഉൾപ്പെടുന്നതാണ് ഏത്? വിൽപ്പന നികുതി. സ്റ്റേറ്റ് ടാക്സ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുക. സ്റ്റേറ്റ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അറിയപ്പെടുക. അത് നമ്മൾ സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനെ തന്നെ സ്റ്റേറ്റ് സർവീസ് എന്ന് വിളിക്കാം. കാരണം എന്താ? ഈ സ്റ്റേറ്റ് പിന്നെ എന്താണ് സ്റ്റേറ്റ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? സ്റ്റേറ്റ് ടാക്സ് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർവീസ് എടുക്കുമ്പോൾ തന്നെ അതിലെ സംസ്ഥാന സിവിൽ സർവീസ് എടുക്കുമ്പോൾ അതിൽ സംസ്ഥാന സർവീസ് ആയിട്ടാണ് വരിക, സബോർഡിനേറ്റ് സർവീസ് ആയിട്ടല്ല വരിക. സബോർഡിനേറ്റ് സർവീസിന്റെ പേരെന്താണ്? സ്റ്റേറ്റ് ടാക്സ് സബോർഡിനേറ്റ് സർവീസ് എന്ന് പറയുന്നതാണ് അവിടെ സബോർഡിനേറ്റ് സർവീസ് ആയി വരിക. മനസ്സിലായി? ഞാനത് അന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നതാണ്. 3 സർവീസുകളുണ്ട്. ഏതാണ്? ജുഡീഷ്യൽ, എന്താണ്? കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, കേരള പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ്. ഇങ്ങനെ 3 സർവീസുകൾക്ക് മാത്രമേ സബോർഡിനേറ്റ് എന്നുള്ള പദം ചേർന്ന് വരാതെ ഉള്ളെന്ന് പറഞ്ഞു.
ബാക്കി സർവീസുകൾക്കെല്ലാം സബോർഡിനേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 സർവീസുകളും സബോർഡിനേറ്റ് എന്ന പദം ചേർന്ന് വരുന്ന സർവീസുകൾ കാണുമ്പോൾ അത് സബോർഡിനേറ്റ് സർവീസ് എന്നറിയാം. അല്ലാതുള്ള സർവീസുകളൊക്കെ എന്തിലാണ് വരിക? സ്റ്റേറ്റ് സർവീസിലാണ് വരിക. പിന്നെ ഞാനിവിടെ എനിക്ക് തോന്നുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയപ്പോൾ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അവിടെ ശരിയായ ഉത്തരം വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ കേന്ദ്ര സർവീസ് നോക്കാം നമുക്ക്. ഇവിടെ കേന്ദ്ര സർവീസിലേക്കാണ് എന്തൊക്കെ വരിക കുഞ്ഞുങ്ങളെ? കേന്ദ്ര സർവീസിലേക്ക് എന്താ വരിക? വിൽപ്പന നികുതിയാണോ വരിക? അല്ല. ഇതിൽ കേന്ദ്ര സർവീസിലേക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏതാടാ? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കുക? സോറി, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ആദ്യം കേന്ദ്ര സർവീസ് എടുക്കാം കേട്ടോ. കേന്ദ്ര സർവീസിൽ എന്താ കുഞ്ഞുങ്ങളെ ഇതിൽ വരിക? അഖിലേന്ത്യാ സർവീസ് അല്ലാത്തതെല്ലാം കേന്ദ്ര സർവീസ് അല്ലേ? അപ്പോൾ ഇവിടെ കേന്ദ്ര സർവീസിൽ ഏത് വരും? റെയിൽവേ വരും, തപാൽ സർവീസ് വരും. അപ്പോൾ ഇവിടെ വരേണ്ടത് എന്താണ്? റെയിൽവേ തപാൽ. അതായത് അഖിലേന്ത്യാ സർവീസിന് ഒഴികെയുള്ള കേന്ദ്ര സർവീസുകൾ അത് കേന്ദ്ര സർവീസുകളാണ്. ഇനി അഖിലേന്ത്യാ സർവീസിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതാണ്? ഇന്ത്യൻ പോലീസ് സർവീസ് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരും. പിന്നെ സംസ്ഥാന സർവീസിൽ എന്താ വരിക? ഇവിടെ വിൽപ്പന നികുതി വരും. ഈ രീതിയിലാണ് ഇതിനെ തരം തിരിച്ച് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായോ? ഇതെങ്ങനെ എഴുതണമെന്നുള്ള കാര്യം ഇത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ LDC റിവിഷൻ കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന പേരിൽ എൻട്രി ആപ്പിൽ നൽകിയിരിക്കുന്നത്. എൻട്രി ആപ്പിൻ്റെ യൂട്യൂബിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ജില്ലയെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻ അവലോകനം നടത്തിയ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് തരും. അത് രണ്ടും കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിവിൽ സർവീസിലെ തരംതിരിവിനെ പറ്റിയും അതുപോലെ തന്നെ സ്പാർക്ക്, മെഡിസെപ്പ്, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് വന്നു, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്നാണ് അവസാനിപ്പിച്ചത്, പുതിയ NPS എന്നാണ് വന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. തരംതിരിവുകളൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഭരണഘടനാ അനുച്ഛേദങ്ങളെ പറ്റി അറിയാം, എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ സർവീസ് റൂൾസിനെ പറ്റി അറിയാം, നിയമത്തെ പറ്റി അറിയാം. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഈ വീഡിയോ അതിനെപ്പറ്റി കൂടി പറഞ്ഞാൽ കൂടുതൽ നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ടും മറ്റു ചോദ്യങ്ങൾ നമുക്ക് അവലോകനം ചെയ്യേണ്ടത് കൊണ്ടും അതിലേക്ക് കടക്കുകയാണ്. മറ്റൊരു ചോദ്യം ഇതായിരുന്നു മക്കളെ. ചേരും പടി ചേർക്കുക. സംസ്ഥാന SC/ST കമ്മീഷൻ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ. ഇത് കാണുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇതൊക്കെ വലിയ ഒരു പ്രശ്നമാണല്ലോ, ഇത്ര കമ്മീഷൻ ഒരുമിച്ചിട്ട് 1 മാർക്കിന് ഒരു ചോദ്യം ചോദിച്ചിരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഇവിടെ ഇതിനകത്ത് ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി അറിയാത്ത ഒരൊറ്റ വ്യക്തിയും നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. നേരെ തന്നെ കിടക്കുന്നു 1998. എപ്പോഴും അറിയാം, നമുക്കറിയാം 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ? അതുപോലെ 1998 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഓപ്ഷനിലേക്ക് ഒന്ന് വരൂ. അത് സി ആയിട്ട് വരുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ ഓപ്ഷനിൽ ഇവിടെ നോക്കൂ, 3 C എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളതിനെ എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാം. ഈ ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാം. കണ്ടോ, C എന്ന് വരുന്നത് അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ A എന്ന ഉത്തരം കണ്ടെത്തി. അപ്പോൾ ഉത്തരം കണ്ടെത്താൻ ഇങ്ങനെ 3 4 സ്റ്റേറ്റ്മെന്റ് തരുന്നെന്ന് കരുതി ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ അവിടെ നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഓപ്ഷനെ അനലൈസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കണം. പലരും അത് ചെയ്യാതെ ഇത് കാണുമ്പോഴങ്ങ് വരണ്ടു പോകും. ഇതിൻ്റെ എല്ലാ ഡേറ്റുകളെയും മനസ്സിലേക്ക് എടുത്തിട്ട് ആൻസർ ചെയ്യാമെന്ന് കരുതും. അവിടെയാണ് നിങ്ങൾക്ക് പറ്റുന്ന പെശക്. അത് സംഭവിക്കരുത്. പക്ഷേ ഇത് ഇൻഡിവിജ്വലായിട്ട് ചോദിക്കുന്ന ഒരു സമയം വരുമ്പോൾ പല കമ്മീഷനെ പറ്റിയും ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഇവയെ നിങ്ങൾ ഒന്ന് ക്രമത്തിൽ, എങ്ങനെയാണ് ക്രമത്തിൽ എന്ന് ഞാൻ പറയും, ആ ക്രോണോളജിക്കൽ ഓർഡറിലൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. എടാ, വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14 നിലവിൽ വന്നത്. 1996 മാർച്ച് 14. 2 വർഷം കഴിഞ്ഞപ്പോൾ +2 കേരള ലോകായുക്ത നവംബറിൽ നിലവിൽ വരികയാണ്. നവംബർ 15. കേരള ലോകായുക്ത നമ്മളുടെ ഇതുമായിട്ടൊന്ന് കൂട്ടിക്കെട്ടിക്ക്. സംസ്ഥാന വനിതാ കമ്മീഷൻ +2 1998 നവംബർ 16 നിലവിൽ വരികയാണ്.
അതേ വർഷം തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നു. കണ്ടോ? ഈ 2 കമ്മീഷനുകളെ നമുക്ക് ഒറ്റ നുകത്തിൽ കെട്ടാം. 1998 ഡേറ്റിൽ മാത്രമേ മാറ്റമുള്ളൂ. ഇത് നവംബർ 15, ഇത് ഡിസംബർ 11. ഈ രീതിയിൽ നിങ്ങൾ കമ്മീഷനുകളുടെ രൂപീകൃതമായ തീയതിയൊന്ന് എഴുതിയെടുത്ത് പഠിച്ചു നോക്കിയാൽ മനസ്സിൽ നിന്ന് പോവില്ല. ഇതിനെ നമ്മൾ കെട്ടിയിടുക എന്ന് പറയുക. നമ്മളിപ്പോൾ ദുരന്തമൊക്കെ, വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ അവിടെ ഇങ്ങനെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുഴയെ മുറിച്ച് കടക്കാനായിട്ട് കയറിട്ട് കൊടുത്തിട്ട് ആളുകളെ രക്ഷിക്കുന്നത് കണ്ടിട്ടില്ല. അവിടെ ഒരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് സിസ്റ്റം ഉള്ളിടത്തോളം ആ സപ്പോർട്ടിൽ ഇവർക്ക് കിട്ടും. ആ ഒഴുക്കിനെതിരെ ഇവർക്ക് കയറി വരാൻ പറ്റും. അതുപോലെയാണ് ഈ കയറ്. 96+2 98 വരുമ്പോൾ 2 കമ്മീഷനുകൾ. അപ്പോൾ വനിതാ കമ്മീഷൻ +2 വന്നാൽ കേരള ലോകായുക്ത, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. തുടർന്ന് 2005 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. 2005 ഡിസംബർ 19 അല്ലേ? 98 നമ്മൾ 2005 ഇവിടെ +2 ഇട്ട് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് 2 കമ്മീഷനുകളെ കിട്ടും. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ +2, ഒരു വെടിക്ക് 2 പക്ഷി, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2 കാര്യങ്ങൾ കിട്ടി. പിന്നെ 2013 ഒരു വെടിക്ക് 2 പക്ഷിയാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ 2013 സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013. ഡേറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, മാസത്തിലും വ്യത്യാസമില്ല. ജൂണാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ജൂൺ 3 സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013 ജൂൺ 10. എങ്ങനെയുണ്ട്? കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഈ രീതിയിൽ നമ്മൾ ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് പോലെ, അല്ലാതെ ബ്ലൈൻഡായിട്ട് ഓരോ കമ്മീഷനോടൊപ്പം ഇതിനെ ഇങ്ങനെ വായിച്ചിട്ട് പിന്നെ നമ്മൾ വരുമ്പോൾ ഇതിനെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വിവരങ്ങളെ, സമാനമായ വിവരങ്ങളെ ക്രോഡീകരിക്കുക, അതിനെ ക്രോണോളജിക്കൽ ഓർഡറിലെടുത്ത് ഒരു ചരട് കൊണ്ട് ബന്ധിച്ച്, നിങ്ങൾക്ക് യുക്തമായ ഒരു ചരട് കൊണ്ട് ബന്ധിച്ച് പഠിക്കുക. പഠനം വളരെ സുഗമമാകും. അവിടെ ഒന്നും തെറ്റിപ്പോവില്ല. പിന്നെ ഇങ്ങനെ ഒരുമിച്ച് വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പ്രയോഗിക്കാം? എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോഗിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ടതാണ് ഈ സെലക്ഷൻ കമ്മിറ്റി, ഈ കമ്മീഷനുകളുടെ സെലക്ഷൻ കമ്മിറ്റി. ലോകായുക്ത, പലപ്പോഴും നമുക്ക് സെലക്ഷൻ കമ്മിറ്റി തെറ്റിപ്പോകാറുണ്ട്. ലോകായുക്തയുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരാടാ വരിക? മുഖ്യമന്ത്രി അധ്യക്ഷൻ. അവിടെ നിയമസഭാ സ്പീക്കറും പ്രതിപക്ഷ നേതാവും അംഗങ്ങൾ. കേട്ടോ? ആരൊക്കെ അംഗങ്ങളായി വരിക? നിയമസഭാ സ്പീക്കറും പ്രതിപക്ഷ നേതാവും അംഗങ്ങളായി വരും. മനസ്സിലായോ? അവിടെ നിന്ന് നമ്മൾ സംസ്ഥാന ഇത് കേരള ലോകായുക്തയാണ്. കേരള ലോകായുക്തയിൽ നിന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്തുമ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ മാറ്റമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോൾ ഈ സെലക്ഷൻ കമ്മിറ്റിയോടൊപ്പം ആര് കൂടെ കയറും? ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടെ കയറും. അപ്പോൾ കേരള ലോകായുക്തയുടെ ആരാ? മുഖ്യമന്ത്രി അധ്യക്ഷനാണ്. അതായത് ഇവരെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ കമ്മിറ്റി. ഇവിടെ എല്ലാം നിയമിക്കുന്നത് ഗവർണറാണ്. പക്ഷെ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയുടെ കാര്യം വരുമ്പോൾ കേരള ലോകായുക്ത മുഖ്യമന്ത്രി അധ്യക്ഷനാണ്, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് അംഗങ്ങളാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മുഖ്യമന്ത്രി അധ്യക്ഷനാണ്, നിയമസഭാ സ്പീക്കറും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും അംഗങ്ങളാണ്. അവിടെ അഡീഷണൽ ആയിട്ട് വന്നതാരാ? ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വരുമ്പോൾ മുഖ്യമന്ത്രി അധ്യക്ഷനാണ്. അവിടെ സ്പീക്കർ മാറിയിട്ട് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. ഇവിടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. അവിടെ സ്പീക്കർ മാറിയിട്ട് ആര് വരികയാണ്? മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി വരികയാണ്. മറ്റേത് നമ്മൾ ഈ പറഞ്ഞ കേരള ലോകായുക്ത പോലെ തന്നെ പ്രതിപക്ഷ നേതാവ്. കണ്ടോ? ഇവിടെ എല്ലാം നിയമനം നടത്തുന്ന ആരാ കുഞ്ഞുങ്ങളെ? ഗവർണറാണ്. ഇങ്ങനെ നമ്മൾ സെലക്ഷൻ കമ്മിറ്റിയെ പറ്റി പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഞാൻ ഈ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നതിന് പകരം സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ സെലക്ഷൻ കമ്മിറ്റിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ സ്പീക്കർ എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. കേട്ടോ? അതൊരു തെറ്റാണ്. അത് കണ്ടിട്ടുള്ള കുട്ടികൾ അത് തിരുത്തുക. കേട്ടോ? മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ വരിക. അവിടെ സ്പീക്കർ വരുന്നില്ല. കേട്ടോ? സ്പീക്കർ വരുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും കേരള ലോകായുക്തയുടെയും സെലക്ഷനിലാണ്. കേരള ലോകായുക്തയുടെ സെലക്ഷനിൽ മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഈ 3 പേരെ കൂടാതെ ഒരാൾ കടന്നു വരുന്നു. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. പക്ഷെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് മനസ്സിലോർക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? സ്പീക്കർ പുറത്തേക്ക്,
മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി അകത്തേക്ക്. ഇപ്പം ഇതൊക്കെ ഓർത്തിരുന്നാൽ, ഇങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഒരു മെമ്മറി ട്രിക്കുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ അതേ നോക്ക്, നമ്മൾ മിക്കവാറും ഒക്കെ കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ പറയും നിയമനം നടത്തുന്നത് ഗവർണറാണ്, ഇല്ലേ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ കാര്യം പറയുമ്പോൾ മാത്രമേ അത് പ്രസിഡന്റ് ആണെന്ന് പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഗവർണർ 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 എന്നാണ് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഈ 4 സ്ഥാപനങ്ങൾ വ്യതിരിക്തമായി നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. ഏതൊക്കെയാ? സംസ്ഥാന വനിതാ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ, സംസ്ഥാന പിന്നാക്ക സമുദായ കമ്മീഷൻ. ഇതൊക്കെ ഗവർണറല്ല നിയമനം നടത്തുന്നത്, കേരള ഗവൺമെന്റാണ്. ഇങ്ങനെയുള്ള ഐഡിയാസ് മനസ്സിൽ സൂക്ഷിച്ചാൽ ഈ കമ്മീഷൻ എന്ന് പറഞ്ഞ പലരും പറയും പഠിച്ച് വട്ട് പിടിച്ച് സാറേ, കമ്മീഷൻ പഠിച്ച് വട്ട് പിടിച്ച്. ഒരു വട്ട് പിടിക്കലും ഉണ്ടാകില്ല. ക്രമപ്പെടുത്തി പഠിച്ചാൽ മതി. സംസ്ഥാന വനിതാ കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ, സംസ്ഥാന പിന്നാക്ക സമുദായ കമ്മീഷൻ, ഇതൊക്കെ കേരള ഗവൺമെന്റാണ് നിയമനം നടത്തുന്നത്. ഇനി ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചെയർമാൻമാരൊക്കെ മാറി വന്നിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷയിലേക്ക് പോകുമ്പോൾ ചൂടോടുകൂടി ചെയർമാൻമാരെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വിടാന്ന് കരുതുകയാണ്. കേരള ലോകായുക്ത പുതിയ ലോകായുക്തയായി എൻ അനിൽകുമാർ അധികാരമേറ്റു. എൻ അനിൽകുമാർ, ജസ്റ്റിസ് എൻ അനിൽകുമാർ പുതിയ കേരള ലോകായുക്ത. എന്നാൽ ലോക്പാൽ, നമുക്കറിയാം അഖിലേന്ത്യാ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സംവിധാനം ലോക്പാലിന്റെ പുതിയ ചെയർമാൻ നിങ്ങൾക്കറിയാം AM ഖാൻവിൽക്കർ ആണ്. ഇപ്പോൾ കേരള ലോകായുക്തയിലേക്ക് പുതിയ ചെയർമാൻ കടന്നു വന്നിരിക്കുന്നു എൻ അനിൽകുമാർ. അതുപോലെ തന്നെ ലോക്പാലിലേക്ക് വന്നത് AM ഖാൻവിൽക്കർ ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ നമുക്കറിയാം അവിടെ നാഥനില്ലാതെ കുറച്ച് നാളായിട്ട് കിടക്കുകയായിരുന്നു. മണികുമാറിനെ ശുപാർശ ചെയ്തു, ഗവർണർ അംഗീകരിച്ചില്ല. ഗവർണർ മണികുമാറിനെ അംഗീകരിച്ചപ്പോൾ മണികുമാർ ജോയിൻ ചെയ്യാൻ തയ്യാറായില്ല. ഇപ്പോഴിതാ അവിടെ ചെയർപേഴ്സൺ ഉണ്ടായിരിക്കുന്നു. ആക്ടിംഗ് ചെയർപേഴ്സൺ അല്ല, ആക്ടിംഗ് ചെയർപേഴ്സൺ മാറി ഇപ്പോൾ ചെയർപേഴ്സൺ വന്നിരിക്കുന്നു CJ അലക്സാണ്ടർ തോമസ്. നമ്മുടെ ഹൈക്കോടതിയിലെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന CJ അലക്സാണ്ടർ തോമസ് ചെയർപേഴ്സണായി വന്നിരിക്കുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ. പിന്നെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ NHRCയെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടിംഗ് ചെയർപേഴ്സണാണ് അവിടെ ഇപ്പോൾ ഉള്ളത്, വിജയ ഭാരതി സയാനി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ടേ പോകാവുള്ളൂ. പിന്നെ വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അല്ലേ, സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ആരാ കുട്ടികളെ? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ B ഹരിനായർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ആരാണ്? B ഹരിനായറാണ് വിവരാവകാശ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ. പിന്നെ സെൻട്രലിനെ പറ്റി പറഞ്ഞാൽ ഹീരാലാൽ സമരിയയുമാണ്. ഇനി സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോൾ KV മനോജ് കുമാറാണ്. പിന്നെ നാഷണൽ ലെവലിലുള്ള ബാലാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോൾ പ്രിയങ്ക് കനുങ്കോയാണ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടേ പോകാവുള്ളൂ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ പോകാവൂ. അവിടെ ചിലരൊക്കെ മാറിയിട്ടുണ്ടാകാം, പുതിയ ആൾക്കാർ കടന്നു വന്നിട്ടുണ്ടാകാം. ഈ കാര്യങ്ങളെയൊക്കെ ഓർക്കണം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാറാണ്. പക്ഷേ നാഷണൽ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന പ്രിയങ്ക് കനുങ്കോയാണ്. പിന്നെ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാര്യം നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല, P സതീദേവിയാണ്. പിന്നെ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാ? രേഖാ ശർമ്മ. NWCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് രേഖാ ശർമ്മയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർമാൻ P സതീദേവിയാണ്. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ആദ്യ ചെയർമാൻമാരെ കൂടിയൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. മിക്കവാറും ഒക്കെ ആദ്യ ചെയർമാൻമാരെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, നമുക്കറിയാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 1156 തുടങ്ങിയ സ്ഥാപനം. 1111 നമ്മുടെ കേരള പിറവി ദിനത്തിൽ തന്നെ രൂപം കൊണ്ട ഇതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിന് പൂർവികനുണ്ട്, തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. അത് നമുക്കറിയാം 1949 ജൂലൈ 1 തിരുക്കൊച്ചി രൂപം കൊള്ളുമ്പോൾ തന്നെയാണ്. അതിന്റെ പൂർവ്വരൂപം എന്ന് പറയുന്നതാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1936 ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1/11/1956 ആർട്ടിക്കിൾ നമുക്കറിയാം 315(1) പ്രകാരമാണ് നിലവിൽ വന്നത്. ഇപ്പൊ നമ്മുടെ ഡോക്ടർ MR ബൈജു ആണ് KPSCയുടെ ചെയർമാൻ. UPSCക്ക് പുതിയ ചെയർമാൻ വന്നു, അത് ഓർക്കണം. UPSCക്ക് പുതിയ ചെയർമാൻ വന്നേ പ്രീതി സുധനാണ് UPSCയുടെ പുതിയ ചെയർമാൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ പ്രീതി സുധനാണ്. നമ്മളുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. ഇനി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ ഈ പേര് കുറേ നാൾ കൊണ്ട് കേൾക്കുന്ന പേരാണ്, A ഷാജഹാൻ ആണ്. ഇനി നമ്മൾ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനിലേക്ക് വരുമ്പോൾ രാജീവ് കുമാർ ആണ്. ഇങ്ങനെയൊക്കെ ഒന്ന് അത് സോർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ.
ഇനി സംസ്ഥാന ധനകാര്യ കമ്മീഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം SM വിജയാനന്ദാണ്. അദ്ദേഹം സംസ്ഥാനത്തെ എത്രാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണെന്ന് ചോദിച്ചാൽ 6ാമത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനാണ് അദ്ദേഹം. പിന്നെ വരുന്നത് സെൻട്രലാണ് കേട്ടോ. സെൻട്രലും മിക്കവാറും ചോദിക്കും. നമ്മുടെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ, വെറും ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഫിനാൻസ് കമ്മീഷനാണ്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആണെങ്കിൽ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയും. അങ്ങനെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ അരവിന്ദ് പനഗരിയയാണ് അല്ലേ? അരവിന്ദ് പനഗരിക്കുള്ള പ്രത്യേകത അറിയാമല്ലോ. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന സംവിധാനം ഏതാണ്? നീതി ആയോഗ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിരുന്നു ഡോക്ടർ അരവിന്ദ് പനഗരിയ. അദ്ദേഹമാണ് ഇപ്പോൾ കേന്ദ്രത്തിലുള്ളത്. 16ാം ധനകാര്യ കമ്മീഷനാണ്. നമ്മുടെ ഇവിടുത്തേത് 6ാം ധനകാര്യ കമ്മീഷനാണ്. ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. പിന്നെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ പറ്റി പറയുമ്പോൾ ആനുകാലിക പ്രസക്തമായ ഒരു പേരാണ് ആനി ജോർജ് മാത്യു. മറക്കല്ലേ, ആനി ജോർജ് മാത്യു. എന്താ കുഞ്ഞുങ്ങളെ ഈ ആനി ജോർജ് മാത്യുവിന്റെ പ്രത്യേകത? ആനി ജോർജ് മാത്യുവിനുള്ള പ്രത്യേകത എന്താണ് പ്രത്യേകത? പറയൂ. കേന്ദ്ര ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ ആനി ജോർജ് മാത്യു എന്ന് പറയുക. അവർ ചെയർമാനൊന്നുമല്ല, ചെയർമാൻ നമ്മുടെ അരവിന്ദ് പനഗരിയ തന്നെയാണ്. പിന്നെ നമുക്ക് അഡ്വക്കേറ്റ് ജനറലാണ്. അഡ്വക്കേറ്റ് ജനറലിനെ സൂചിപ്പിക്കുന്ന ആർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 165 അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻസിനെ പറ്റി പറയുന്നത് 165 177 177 നിയമസഭാ നടപടികളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം, നിയമസഭാ കമ്മിറ്റികളിൽ അദ്ദേഹത്തിന് അംഗമാകാം, സംസാരിക്കാം, പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് 177 പറഞ്ഞിരിക്കുന്നത്. 165 സംസ്ഥാന സർക്കാരിന് നിയമപരമായ കാര്യങ്ങൾ ഉപദേശിക്കുക എന്നുള്ള കടമയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ 165(1) പ്രകാരമാണ് അഡ്വക്കേറ്റ് ജനറലിനെ ഗവർണർ നിയമിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിന്റെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം എന്നേ പറയാൻ പറ്റൂ. ഗവർണർക്ക് പ്രീതിയുള്ളിടത്തോളം. ഗവൺമെന്റ് മാറി വരുമ്പോൾ അഡ്വക്കേറ്റ് ജനറലും മാറും. ഇപ്പോൾ ഗോപാലകൃഷ്ണ കുറുപ്പാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് ഓർക്കണം. അപ്പോഴാണ് അറ്റോർണി ജനറൽ നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് ലോ ഓഫീസർ ആരാ? അറ്റോർണി ജനറലാണ്. കേരളത്തിൽ ആരാ? അഡ്വക്കേറ്റ് ജനറലാണ്. അപ്പോൾ ഇന്ത്യയിലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് വെങ്കടരമണിയാണ്. നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. പിന്നെ ജില്ലാ ആസൂത്രണ സമിതി 243 ZD ആണ്. ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ. പലർക്കും കളക്ടർ എന്ന് നാക്കിൻ തുമ്പത്ത് വരും, പറയരുത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് കളക്ടർ. നമ്മുടെ ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. കുട്ടികൾ ഇതൊക്കെ ഓർക്കുമല്ലോ, നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വിവരാവകാശ നിയമത്തെപ്പറ്റി ചോദിച്ച ഒരു ചോദ്യം കൂടി ശ്രദ്ധിക്കുക. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് എത്ര ഫീസ് അടയ്ക്കണമെന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം, 10 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇവിടെ എക്സംഷൻ ഉള്ളത് ആർക്കെന്ന് ചോദിച്ചാൽ BPL. ചിലപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എക്സംഷൻ ഉള്ള ആർക്കാ? BPL വിഭാഗത്തിൽപ്പെട്ടവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. പിന്നെ നിശ്ചിത ദിവസത്തിനകം മറുപടി നൽകേണ്ടതില്ലെങ്കിൽ ഫീസ്, നിശ്ചിത ദിവസത്തിനകം മറുപടി നൽകിയില്ലെങ്കിലും ഫീസ് മടക്കി നൽകേണ്ടി വരും. അതായത് നമ്മൾ 30 ദിവസത്തിനുള്ളിൽ മറുപടി തരണമെന്നാണ്. 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അടച്ച 10 രൂപ നമുക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു തരണം. അവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് നമുക്ക് തിരിച്ചു തരണമെന്ന് മാത്രമല്ല വേറെ ഒരു വകുപ്പ് കൂടി ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓരോ ദിവസത്തിനും 250 രൂപ വീതം പ്രസ്തുത ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ചുമത്തും. മാക്സിമം 25, എത്ര താമസിക്കുന്നു അങ്ങനെ വന്ന് മാക്സിമം 25,000 രൂപയാണ് അതിന് പരിധി വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അത്രയൊക്കെ ഉണ്ട്. അപ്പോൾ ഫീസ് കൊടുക്കേണ്ടാത്ത സാഹചര്യം എന്ന് പറയുന്നത് ഒന്ന് BPL വിഭാഗത്തിൽപ്പെട്ടവര്, പട്ടികവർഗമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. BPL വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒന്ന്. പിന്നെ 2 എന്ന് പറയുന്നത് നിശ്ചിത ദിവസത്തിനകം നമുക്ക് വിവരം കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് സൗജന്യമായി അവർ ആ വിവരം നൽകേണ്ടി വരും. ആ ഒരു പോയിന്റ് കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സാധാരണ ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ് അല്ലേ? അപ്പൊ നമുക്കത് അറിയാം. കേരളത്തിൽ ഞാൻ ഒരു ഇൻട്രഡക്ഷൻ അതിനെപ്പറ്റി ഇട്ടുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാം. എന്താണെന്നറിയോ? ഈ 2 പരീക്ഷകൾ നടന്നല്ലോ. ഖാദി LDC നടന്നു. ഇതിൽ 2ലും ടച്ച് ചെയ്യാതെ പോയ ഒരു ഘടകമാണ് നമ്മുടെ തണ്ണീർത്തടങ്ങൾ. അതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷയിൽ തണ്ണീർത്തടങ്ങൾ എന്നുള്ള ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. തണ്ണീർത്തടങ്ങൾ എന്നുള്ള ചോദ്യം ഷുവറായിട്ടും അടുത്ത ഘട്ടങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. അപ്പൊ നിങ്ങൾ ഓർക്കും, എന്തിനാ ഈ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ പോരെ? നെൽവയൽ തണ്ണീർത്തടം എന്ന് പറയുന്നത് എന്താ? നെൽവയലിന്റെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമമാണ് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. അതുകൊണ്ടാണ് ആ പേര് കൊടുത്തത്.
ഈ നെൽവയൽ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് തണ്ണീർത്തടമല്ല. നെൽവയലുകൾ അതുപോലെ തന്നെ നദികൾ ഇതിനെയൊന്നും തണ്ണീർത്തടമായി പരിഗണിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നതിന് പേര് വന്നത് 2008. എന്താ ഇതിൻ്റെ ലക്ഷ്യം? കേരളത്തിലെ അവശേഷിക്കുന്ന നെൽവയലുകൾ, ജലാശയങ്ങൾ, നീർത്തടങ്ങൾ ഇവയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, സതുദ്ദേശത്തോടു കൂടിയുള്ള ഒരു നിയമമാണ് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. 2008 ഓഗസ്റ്റ് 11 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. എന്നാടാ ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്? 2008 ഓഗസ്റ്റ് 11 മുഖ്യമന്ത്രി ഇത് പാസ്സാക്കുമ്പോൾ, നിയമസഭ ഇത് പാസ്സാക്കുമ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? VS അച്യുതാനന്ദനായിരുന്നു. ഇത് ഇനാക്ട് ചെയ്യപ്പെട്ടത് 2008 ഓഗസ്റ്റ് 11 മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. ഈ ഡേറ്റ് ഓർക്കണം. 2008 ഓഗസ്റ്റ് 11 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008മായി ബന്ധപ്പെട്ട് 2008 ഓഗസ്റ്റ് 11 ഓർത്തേ മതിയാകൂ. അതുപോലെ തന്നെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണെന്നും ഓർക്കുക. ഇനി കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ 2008 എന്ന് പറയുന്ന ആ ഒരു തീയതിയിൽ തളച്ചിടപ്പെടരുത്. അത് നിയമമാണ്. ഇത് 2015 മെയ് 25 കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വരുന്നത്. സ്വാക് എന്ന് പറയും. സ്വാക്, SWAK. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി, അതിൻ്റെ ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ പലർക്കും ഓർക്കും മുഖ്യമന്ത്രിയല്ലേ എന്നൊക്കെ തോന്നും. നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി. അതുകൊണ്ടാണ് നമ്മൾ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ആ ഒരു വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ ചെയർമാനായിട്ട് മുഖ്യമന്ത്രിയുടെ പേര് കാണുന്നത്. കാരണം ചെയർമാൻ ആകേണ്ടത് സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം താൽക്കാലികമായി ചെയർമാൻ ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നാളെ പരിസ്ഥിതി വകുപ്പ് വേറൊരാൾക്ക് കൊടുത്താൽ അയാളായിരിക്കും ചെയർമാൻ. ഇതിൻ്റെ ഡേറ്റ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് 2015 മെയ് 25 കേട്ടോ. 2015 മെയ് 25. ഈ കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങൾ നമ്മളോട് ചോദിക്കും. നമുക്കറിയാം 3 എണ്ണമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം. അഷ്ടമുടി കായലുണ്ട്, വേമ്പനാട്ട് കായലുണ്ട്, ശാസ്താംകോട്ട കായലുണ്ട്. 3 റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട 3 തണ്ണീർത്തടങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂ. അത് ഏതൊക്കെയാണ്? അഷ്ടമുടി കായൽ. ഈ അഷ്ടമുടി കായലിനെ നമ്മൾ തണ്ണീർത്തടങ്ങളുടെ കവാടം എന്ന് വിളിക്കും. തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന റംസാർ സൈറ്റ് ഏതാണ്? അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടാകം അല്ലെങ്കിൽ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ശാസ്താംകോട്ട കായലിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, അതൊരു തണ്ണീർത്തടമാണ്, റംസാർ സൈറ്റ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ലോക തണ്ണീർത്തട ദിനം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ഫെബ്രുവരി 2 റംസാർ ഉടമ്പടിയുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ്. അതൊരു ഫെബ്രുവരി 2 അത് ഒപ്പുവെച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. ഇനി ഇത് ഈ 2 സന്ദേശങ്ങളൂടെ ഒന്ന് ഓർക്കണേ കുഞ്ഞുങ്ങളെ. ഇത് നോക്കാതെ പോയിട്ട് അയ്യോ എനിക്കത് ചോദിച്ചപ്പോൾ കിട്ടിയില്ല എന്ന് പറയല്ലേ, സാധ്യതയുണ്ടെന്നേ. 2024 സന്ദേശം എന്ന് പറയുന്ന വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്സ് എന്നാണ് 2024 സന്ദേശം. 2023 എന്താണ്? ഇറ്റ് ഈസ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് റിസ്റ്റോറേഷൻ. എന്താണ് കുഞ്ഞുങ്ങളെ? ഇറ്റ് ഈസ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് റിസ്റ്റോറേഷൻ. ഇത് തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള സമയമാണ്. ഇത് രണ്ടും നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണെന്ന് പറഞ്ഞു. ഇത് സ്ഥാപിതമായത് 2015 മെയ് 25 പറഞ്ഞു. കേരളത്തിലെ റംസാർ സൈറ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. അഷ്ടമുടി കായലുണ്ട്, വേമ്പനാട്ട് കായലുണ്ട്, ശാസ്താംകോട്ട കായലുണ്ട്. ഇതൊന്നും തെറ്റല്ലേ? ലോക തണ്ണീർത്തട ദിനത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. അവിടെ ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ ബീയിങ്. എന്താണ് 2024 സന്ദേശം? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. 2023 ഇറ്റ് ഈസ് ടൈം ഫോർ വെറ്റ്ലാൻഡ്സ് റിസ്റ്റോറേഷൻ. ഇത് തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള സമയമാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ തിരുവനന്തപുരം LDCയുടെ ക്വസ്റ്റ്യൻ അവലോകനം ചെയ്തതുപോലെ തന്നെ ഖാദി LDCയുടെ ക്വസ്റ്റ്യൻ ഒന്ന് അവലോകനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതൊരു അവലോകനമായിട്ട് ഞാനിവിടെ ചുരുക്കി നിർത്തിയില്ല. ഈ 2 ക്വസ്റ്റ്യനിലും ചോദിക്കപ്പെടാത്ത മേഖലകൾ, ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അമൂല്യ നിധികളടങ്ങിയ ആ ഒരു മേഖല കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഞാൻ പറയുന്നത് ഈ 3 വീഡിയോകളും നിങ്ങൾ കാണണം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇവിടെ എത്തി നിൽക്കുന്ന നിങ്ങൾ നേരത്തെയുള്ള 2 വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി കണ്ടിട്ട് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലൂ.
നിങ്ങൾക്ക് മിക്കവാറും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കേരള ഭരണ സംവിധാനത്തെ സംബന്ധിക്കുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയും. നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ കുറേ പോയിന്റുകളും കൂടെ എടുത്ത് നിങ്ങളുടെ മനസ്സിലോട്ട് ചേർത്ത് വെച്ച് പോയാൽ ഇതിൽ 5 മാർക്ക് ചോദിച്ചാൽ 5, 7 മാർക്ക് ചോദിച്ചാൽ 7, 8 മാർക്ക് ചോദിച്ചാൽ 8, അതിനെല്ലാം നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പരീക്ഷാ ഹാളിൽ നമ്മൾ കൈവരിക്കേണ്ട ആത്മസംയമനമാണ്. അവിടെ അമിതമായി വിയർത്തുകൊണ്ടൊക്കെ ഇരിക്കരുത്. അമിതമായ ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഭരിക്കരുത്. വളരെ കൂളായിട്ട് വേണം ഇരിക്കാൻ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വെച്ചുകൊണ്ട് ഓപ്ഷൻ ഒന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അല്ലെങ്കിൽ ചിലതിൽ 1 അല്ല 2 ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. 5 പിന്നെ സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. അത് 2 എണ്ണം ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ പരിഭ്രമിക്കരുത്. ക്വസ്റ്റ്യൻ്റെ വലിപ്പം കണ്ട് പരിഭ്രമിക്കരുത്. അതിലെങ്ങും ഒരു കാര്യമില്ല. ചിലപ്പോൾ ഏറ്റവും വലിയ ക്വസ്റ്റ്യനായിട്ട് വരുന്ന സാധനമായിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക. നന്നായിട്ട് ഇനിയുള്ള സമയം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് തലകുത്തി കിടന്ന് പഠിക്കണമെന്നൊന്നും പറയുന്നില്ല. കൂളായിട്ടിരുന്ന് പഠിക്കുക, കൂളായിട്ട് പരീക്ഷ എഴുതുക. നിങ്ങൾക്കൊക്കെ നല്ലതേ വരൂ. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ഗുഡ് ബൈ.